പറയുന്നത് പുതിയ സാധനം ഇന്ന് ഇതാണ് ദീപാവലി. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ചെക്കൻ പട്ടാസ് പൊട്ടിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഗൈസ്. ഗൈസ് വരാൻ പോണ്. പാമ്പ് പട്ടാസ് ഗൈസ്, പാമ്പ്. ഞാൻ രാവിലെയാ പൊട്ടിച്ച പാമ്പ്. അതെ രാവിലെ അതാ പൊന്തി ഇങ്ങനെ എന്തേ പൊന്തി വരാത്തതൊക്കെ ചൂടത്തെ ചൂടാകണം പറഞ്ഞാല്. ഇവിടെ നിന്ന് എല്ലാം തണുത്തുപോയി. വെളിച്ചമില്ലേ, അതാണ് എഫക്റ്റ്. ലൈറ്റ് എഫക്റ്റ് ഇവിടെ കാണാത്ത വേണേ കാണിച്ചു തരാം ഗൈസ്. നോക്കൂ, ഇപ്പൊ കണ്ടേ ഗൈസ്, അവിടെ പൊട്ടുന്ന കണ്ടില്ലേ അപ്പച്ചുട്ടോ, അപ്പച്ചുട്ടാ അച്ഛ റോക്കറ്റല്ല എപ്പോഴാ പൊട്ടിക്കുക ഗൈസ്? ഇപ്പോ നമ്മുടെ അമ്മമ്മ പൂത്തിരി കത്തിക്കാൻ പോകുന്നു. ഓ, കുറച്ച് ഇതൊക്കെ സൂം കൂട്ടിപ്പോയി. ഇതാ ഗൈസ്, നമ്മുടെ തീപ്പെട്ടി എന്ന് വിചാരിച്ചാലോ, തീപ്പെട്ടിയല്ലേ ഗൈസ്, ഇതാണ് പൂത്തിരി തീപ്പെട്ടി. പൊട്ടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീഡിയോന്റെ ഇടയ്ക്ക് എങ്ങനെ പൊട്ടിക്കാൻ ലൈറ്റ് ഇല്ലാതെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കും. മാല എവിടെ? നീ എടുത്ത് കൈവച്ച മാല ഗൈസ്. ഇനി മാല പൊടക്കാം ഗൈസ്. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. അത് പോസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെറുത് ചെറുത് എടുത്താൽ മതി. 5 മിനിറ്റ് അത് കത്തി തീരുമ്പോ ചെക്കനിപ്പോ ഹാപ്പി ഇരിക്കുക. എവിടെ പോയി ഗൈസ്? എന്റെ പട്ടാസ് ഇവിടെ കാണില്ല ഗൈസ്. ഇത് വല്ല തീൻ്റെതാണെങ്കിലോ പട്ടാസാണെങ്കിലോ ഫ്ലാഷ് ഗൈസ്. ഗൈസ് ഗൈസ് പൂത്തിരി ഗൈസ്, പൂത്തിരി രണ്ടെണ്ണം ഗൈസ്. ഗൈസ് അടുത്ത പട്ടാസാണ് ഗൈസ്. ഓ കണ്ടു ഗൈസ്, മരണമഴ. സാധനം ഇവിടെ പോയി കാണാല്ലേ തിണ്ട് വരെ. അമ്മ പുതിയ പട്ടാസ് പിടിക്കുന്നു. അടുത്ത പട്ടാസാണ് നമ്മുടെ ബിജിൽ വെടി. തമിഴ്നാട്ടിൽ നമുക്ക് തമിഴ്നാട്ടിൽ പലവർക്കും അറിയായിരിക്കും ബിജിൽ വെടിന്ന്. ഇത് മൊത്തം കത്തിക്കുക, അപ്പൊ ഇത് കത്തി പോണാണ്. കൈ പിടിച്ച് കത്തിക്കത് അല്ല, ഇത് മറ്റേ സാധനടാ, പാമ്പി അങ്ങോട്ട് വരും. അത്ര പാമ്പ് പോലെ അത് ഞാൻ അപ്പൊ രാവിലെ അതാ പറഞ്ഞ ഇതിലിട്ട് കത്തിക്കാൻ. താഴെ പ്രവിയാന്ന് തോന്നുന്നു. ആ കത്താത്തി എടുത്ത് കത്തിച്ചു വെച്ചാ
അല്ല അച്ചാന്നേ വായിൽ വരിക. ഇതെന്താ ബേബി? അപ്പൊ അതിലിതില്ല, തിരിയാക്കണ്ടതാ ആ ചെറുതല്ലേ കോട്ടന്മാരെ കയ്യിൽ ഇങ്ങനെ കട്ട് ചെയ്താ തിരി. എക്സ്ട്രാ പ്രിന്റ് ആയതായിരിക്കും അതിരി. ഗായ്സ് മരണം. ആ കുട്ടി എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 പേരിന്റെ അവസ്ഥയാണ് ഗായ്സ് ഗുരുതരത്തിൽ ബാധിച്ചിരിക്കുന്നത്. അതാ നല്ലേ. അടുപ്പിലെത്തി കത്തിച്ച് എങ്ങനെ കാണാനാ? തീരെ അറ്റം എത്തുമ്പോഴത്തേക്ക് ഇതൊക്കെ കത്തണം. ഇതൊന്നും വെറും ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോഴെല്ലാം കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതന്നെ അതിന്റെ മുന്നിൽ അതൊന്ന് കത്തിക്കും ഞാൻ. അങ്ങനല്ല. ഓ നീ ഏത് വെച്ചാണ് ഇത് കത്തിക്കാൻ? മറ്റേ ഇതില് പടക്കക്കാരി പിടിച്ചിട്ട് തീപ്പെട്ടി പോലെ മെഴുകുതിരി കത്തിക്കും. എന്റെ അത് അടുപ്പിലിട്ട് അങ്ങനെ കാണാവോ ഗൈസ്? മരണത്തിന് ഒരു തീപ്പെട്ടി ഉണ്ടാ. അല്ല അടുത്തത് ഗൈസ്. ഓ ഇനി ലൈറ്റ് വേണ്ടല്ലോ ബേബി. ഓ ഓ ഓ ഇതാണ് നമ്മുടെ പട്ടാസ് എറിഞ്ഞ സാഹചര്യം. വീരാളേ ഗൈസ് ഇട്ട സാധനം കണ്ടില്ല. പ്ലേ കൊടുക്കാതെ വെച്ച് ആണോ? ഒരേ മരണ വിളിക്കും ഒരർത്ഥമുണ്ട്. അച്ഛ രണ്ടെണ്ണം ഒരുമിച്ചിട്ട് കത്തിക്ക്. അപ്പൊ ടപ്പേന്നൊരു സൗണ്ട് വെക്കുമല്ലോ ചേച്ചാ. ഞാനെല്ലാം അങ്ങനെ കത്തിക്കും. രണ്ടെണ്ണം ഒരുമിച്ച് തിരിയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് മാലപ്പടക്കം വാരി. എന്റെ ഊള ഐഡിയ വേണോ? നാളെ നമുക്ക് വെയിലത്ത് വെക്കാതല്ല അല്ലേ? എന്നിട്ട് നമുക്ക് രാത്രി കത്തിക്കാം. ഹാപ്പി ദീപാവലി. അത് റോക്കറ്റ് ആയിരുന്നു. അത് പോയി, ഇതും പോയി. പോയെന്ന് വിചാരിച്ച നാക്ക് നമ്മുടെ സബ്സ്ക്രൈബിന് ഇതിനും വലിയ സൗണ്ട് ഇനി അടുത്ത വീഡിയോ. എന്റെ കാത് പോയി ഗായ്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോ അവസാനിക്കാണോ? നമ്മളിപ്പോ ഒരു വീഡിയോ പറയാൻ പോവാണ്. നമ്മുടെ റോക്കറ്റ് പിടിക്കുന്ന കാര്യം കുറച്ച് നേരം എടുക്കും. ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ ഇതേലാക്കണം ആ ചെടി ആ മരത്തുമരി അനാറ് പിന്നാറൊക്കെ പോകും റോഡൊക്കെ. ഗൈസ് മാലപ്പടക്കം ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയി കാണിച്ചുതരാം. കണ്ടോ ഗൈസ് മാലപ്പടക്ക ഗൈസ്. അത് ഇപ്പൊ പൊട്ടിച്ചേണ്ടിരിക്കുന്ന സാഹചര്യം കാണില്ലേ? ക്ലിയർ അല്ലേ ഗൈസ്? അതുകൊണ്ട് കുറച്ചുകൂടി അടുത്ത് പോയ കാണുന്നില്ല ഗൈസ്. ചെറിയ മാലയായിരുന്നാലും വലിയ മാലയുടെ ഒരു തുല്യമായ പിടികായി ഗൈസ്. ഗൈസ് 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 ഞാൻ വരെ സന്തോഷത്തിൽ ഹാപ്പി ഹോളി അല്ല ഹാപ്പി ദീപാവലി. ബളി 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 ബളി.
പൊട്ടി വീണതാന്ന് പറഞ്ഞ എല്ലാരും ഓടി. ഗൈസ് ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനത്തെ ഒരു പട്ട ബേബി നമുക്ക് കാര്യം ചെയ്താലോ, ഇതെല്ലാ സാധനം കൂടെ കൂട്ടി കെട്ടിയിട്ടുണ്ട് ഇട്ടാലോ, നൂല് കൊണ്ട്. അത് വേണേ